ഈ ഫിലിമിലേക്ക് വരാൻ എനിക്ക് ആ ലുക്ക് ടെസ്റ്റിലേക്ക് പോകാൻ തന്നെ ഒരു 2 റീസൺ എന്ന് പറയുന്നത്, ഒന്ന് ജോജു എന്ന് പറയുന്ന വ്യക്തിയും 2 വേണു സാർ എന്ന് പറയുന്ന വ്യക്തിയും. ഈ 2 പേരും എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് വർക്കൗട്ട് ആയാലും എനിക്ക് ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പേരുകളായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പോകുന്നത്. ലുക്ക് ടെസ്റ്റ് ചെയ്യുന്നു, ഓക്കെ ആവുന്നു, ഷൂട്ടിൻ്റെ ഫസ്റ്റ് ദിവസം ആവുന്നു. അപ്പോൾ ഈ ജോജു സകലമാന ആൾക്കാരെ നല്ലോണം വഴക്ക് പറയുന്നുണ്ട്. അത് ചെയ്യുന്നത് ശരിയാവുന്നില്ല, ശരിയാവുന്നില്ല, എല്ലാം ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇതിന് മാത്രം അങ്ങനെ പറയുന്നില്ല. അപ്പോൾ ആദ്യത്തെ സീൻ കഴിയുന്നു, പിന്നെ 2ാമത്തെ സീൻ കഴിയുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഞാനിനി അഭിനയിക്കുന്നില്ലേ, അതുകൊണ്ടാണോ അദ്ദേഹം ഒന്നും പറയാത്തത്. അപ്പോൾ ഓരോ പ്രാവശ്യം ഞാൻ എൻ്റെ സീൻ കഴിഞ്ഞിട്ട് ചെയ്യുമ്പോൾ അപ്പോൾ നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങൾക്കൊരു താളം ഉണ്ടല്ലോ, നിങ്ങളുടെ ശരീരത്തിലൊരു താളം ഉണ്ടല്ലോ, അതെന്തെങ്കിലും ചെയ്യുന്നത്, അതങ്ങനെ കറക്റ്റായിട്ട് വരുന്നുണ്ടല്ലോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാം. അപ്പോൾ ഞാൻ മോട്ടിവേഷൻ എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് എൻ്റെ കൂടെ നിൽക്കുന്ന ബോബി കുര്യൻ, അദ്ദേഹത്തിന് ഇങ്ങനെ എയറിലാണ് പുള്ളി, സാഗറും ജുനൈസും മറ്റേ ആകാശത്തും ഫ്ലൈറ്റിൽ കയറി അങ്ങനെ ചീത്ത പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക. കാരണം അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ രചന സംവിധാനം എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രഷർ അദ്ദേഹത്തിനുണ്ട്. അതിൻ്റെ കൂടെയാണ് അപ്പോൾ അതിൻ്റെ കൂടെ ആർട്ടിസ്റ്റിനെ എന്താ പറയുക മോൾഡ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം കൂടെ അദ്ദേഹത്തിനുണ്ട്. ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആദ്യത്തെ സീൻ തന്നെ എന്നെ ഒരു ഡയലോഗ് പറഞ്ഞിട്ട് ഇതൊന്ന് പറഞ്ഞു നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ സ്ക്രിപ്റ്റ് അറിയില്ല, ഇതെന്താണെന്ന് അറിയില്ല, ഇതെന്ത് സിനിമയാണെന്നറിയില്ല. അവയറല്ല, ജൂജു വിളിക്കുന്നു, ഞാൻ പോയി ചെയ്യുന്നു എന്നേ ഉള്ളൂ. അവിടെ ചെല്ലുമ്പോഴാണ് ഒരാളുടെ വൈഫാണ്, ഒരു 5 പേര് ഒരുമിച്ച് എന്താ പറയുക, ഒരു ക്യാരക്ടർ ഇങ്ങനെയാണ്. ഈ ക്യാരക്ടർ എന്താന്ന് പോലും ഫസ്റ്റ് ഡേ ഷൂട്ടിങ്ങിന് ഞാൻ വണ്ടി കയറി ഇരിക്കുമ്പോഴാണ് പറയുന്നത്. ഫുൾ ബ്രീഫില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് അഭയ ഭയങ്കര സട്ടിലാണ്, വളരെ സട്ടിലായിട്ടുള്ള സ്ത്രീയാണ്, പക്ഷെ ഭയങ്കര പവർഫുൾ അഭയ. ഞാൻ ഒരു കണ്ണ് പോലും അനക്കാൻ സമ്മതിക്കത്തില്ല. ജൂജു പറയാണ്ടേ അത് നമ്മളന്ന് ആലോചിച്ചിട്ട് ആ ക്യാരക്ടറിന് വേണ്ടി ആലോചിച്ചിട്ടൊരു ഇത് ചെയ്യുകയാണെങ്കിൽ അത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തെറ്റല്ല. അദ്ദേഹത്തിന് വേണ്ടുന്ന സാധനം അദ്ദേഹം കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ചോദിച്ച ചോദ്യം മാതിരി ഞാൻ പടം റിലീസ് ചെയ്ത സമയത്ത് ലണ്ടനിലായിരുന്നു. എനിക്കിതിൻ്റെ പ്രൊമോഷൻസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ഓരോ സീൻ കഴിയുമ്പോഴും ജൂജു കാണിക്കും, ഇത് അഭയൊക്കെ ഓക്കെ ആണോ, ഇത് ഇങ്ങനെയാണോ വർക്കൗട്ട് ചെയ്യുന്നത്, ഇത് ഇങ്ങനെയാണെന്ന് തോന്നുന്നുണ്ടോ, അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് 2ാമത് ഷൂട്ട് എടുക്കാം. അപ്പം ഞാൻ എനിക്കത് വർക്കൗട്ട് ആണെന്നാണ് തോന്നുന്നത്. എനിക്കത് വർക്കൗട്ട് ആണ്. ജൂജു അഭയുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. അങ്ങനെ കാണുന്ന സമയത്തൊരു ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, ചെയ്യുന്നുണ്ടല്ലോ എന്നൊരു ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അദ്ദേഹം മോൾഡ് ചെയ്തിട്ട് കൊണ്ടുവന്നതായിരിക്കും. ഓരോ ഡയലോഗും മോൾഡ് ചെയ്യുന്നുണ്ട്. ഒരു എന്താ പറയുക, ഒരു ഗുണ്ടായിരിക്കുന്ന ഒരു സ്ത്രീ സംസാരിക്കുമ്പോൾ സാധാരണ സിനിമയിൽ നമ്മൾ കാണുന്നത് എന്നാ ചോദിക്കണം. അങ്ങനെ ഞാൻ ചോദിച്ചപ്പോൾ ചോദിച്ചു പറഞ്ഞു, ഇനിയും താഴ്ത്ത്, എന്താടാ, ഇനിയും താഴ്ത്ത്, എന്താടാ, ഇനിയും താഴ്ത്ത്, എന്താടാ, ഇങ്ങനെയാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ ലൗഡ് അല്ലാതെ പവർഫുൾ ആവാൻ പറ്റും. അപ്പോഴാണ് എനിക്ക് ക്യാരക്ടർ, ഇതിങ്ങനെയാണല്ലേ ഈ സ്ത്രീ, ഇങ്ങനെയാണ് ഈ സ്ത്രീ വർക്കൗട്ട് ചെയ്യേണ്ടത്. പിന്നെയാണ് എനിക്കിതിൻ്റെ ഒരു മീറ്റർ മനസ്സിലാവുന്നത്. മീറ്റർ മനസ്സിലാവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതും എന്താ പറയുക, എൻ്റെ കൂടെ നിൽക്കുന്നത് സുജിത് ശങ്കറും ജൂജുവും പിന്നെ പ്രശാന്തേട്ടനുമാണ്. ഇവര് ഒരു എത്രയോ വർഷങ്ങളുടെ പരിചയമുള്ളതാണ്. എനിക്ക് ക്യാമറ ഇവിടെ ഇരിപ്പുണ്ട്, എവിടെ ചെന്ന് നിൽക്കണം ഒന്നും ഒരു ഐഡിയ ഇല്ല. ഒരു പർട്ടിക്കുലർ ഇവരൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് അതൊന്ന് ഒബ്സർവ് ചെയ്തിട്ട് ചെന്ന് ചെയ്യുന്ന കാര്യങ്ങളാണത്. അപ്പോൾ ഞാൻ ലണ്ടനിലായിരുന്ന സമയത്ത് ഒരു റിവ്യൂവറിൻ്റെ എനിക്കൊരു ആക്സസ് ഇല്ല. എല്ലാവരും പടം കൊള്ളാം, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. ഫിസിക്കലി ഇല്ലാത്തത് കണ്ട് ഞാനൊരു വളരെ പ്രശസ്തനായ റിവ്യൂവറിൻ്റെ ഇതെടുത്ത് നോക്കിയപ്പോൾ അങ്ങേര് ഭീകരമായ വധം എന്നെ. അപ്പൊ ഞാൻ ആലോചിച്ചു, തമ്പുരാനെ, ഞാനിത് പണിപാളി, ഇതിപ്പോ ഞാൻ വേണ്ടാത്ത പണിയാണോ ചെയ്തത്. പക്ഷെ ചോദിച്ചു, അങ്ങനെ അല്ലല്ലോ, നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണല്ലോ പറഞ്ഞതെന്ന് പറഞ്ഞു. അന്ന് രാത്രി തന്നെ ഞാൻ ടിക്കറ്റ് എടുത്ത് ലണ്ടനിൽ പോയി ടിക്കറ്റ് എടുത്തിട്ട് ഞാനിങ്ങനെ പടം കാണുമ്പോൾ നെഞ്ചിടിപ്പാ. കാരണം ഓൾറെഡി ഇത് കണ്ടിട്ടാണ് പോകുന്നത്, അത് മൈൻഡ് വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് റിവ്യൂ ഇഷ്ടമുള്ള ആളും കൂടിയാണ്, പുള്ളിയുടെ റിവ്യൂ എനിക്ക് ഇഷ്ടം. അപ്പോൾ പുള്ളി എന്ന് പറയുമ്പോൾ എനിക്കത് ഓക്കെ, അതങ്ങനെ ആണോ അല്ലയോ എന്നുള്ള ഭയങ്കരമായിട്ടുള്ള പ്രശ്നമായിരുന്നു. പടം കണ്ടു, ആ സെക്കൻഡ് ഹാഫ് ഒക്കെ കണ്ട സമയത്ത് ഞാൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് കോൺഫിഡൻസ് ആയി. യെസ്, ഐ ഡിഡ്.
ഐ എം ഗുഡ്, ഐ എം നോട്ട് എ ബാഡ് വൺ, ഐ എം ഗുഡ് എന്നുള്ളത് ഒന്നുമില്ലാതെ അദ്ദേഹം കൊണ്ട് നിർത്തില്ലല്ലോ എന്നൊരു തോന്നുന്നത്. അദ്ദേഹത്തിന്റെ സിനിമയും കൂടെ അല്ലേ, ഞാൻ മോശമായിട്ടില്ല, അങ്ങനെയാ എനിക്കിത്. പിന്നെ അത് ആൾക്കാരങ്ങ് ഏറ്റെടുത്തു. അടിപൊളി. അപ്പൊ പടം ഇനിയും പടങ്ങൾ നമുക്ക് വേണം എക്സ്പെക്ട് ചെയ്യാം. ഈ ശരിക്കും എനിക്കൊന്ന് ലാസ്റ്റ് ടൈം നമ്മൾ ഈ അഭ്യാഹിരൺമായി ഐ മീൻ ഈ ഒരു പേരുണ്ടല്ലോ, അഭയ മീൻസ് ലൈക്ക് ഫിയർലെസ്, ഹിരൺമായി മേ ബി ലൈക്ക് ദ ഗോൾഡൻ ഗേൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ പേരുമായിട്ട് എത്രത്തോളം ആക്ച്വലി അഭയുടെ പേഴ്സണാലിറ്റിയുമായിട്ട് സിങ്ക് ഉണ്ടോന്ന് ചോദിച്ചു. ഗോൾഡൻ ഗേൾ അല്ലേ, നിങ്ങൾക്ക് തോന്നില്ലേ? ഫിയർലെസ് അഭയ എന്ന് പറഞ്ഞാൽ അത് ഫിയർലെസ് ആണ്. ടു സം എക്സ്റ്റെന്റ് ഐ എം ഫിയർലെസ് ബട്ട് ഐ എം ഗ്രൗണ്ടഡ്. ഗ്രൗണ്ടഡ് ആണ് ഞാൻ. ആ ഗ്രൗണ്ടഡിൽ നിന്നുള്ളൊരു ഫിയർലെസ്നെസ് എനിക്കുണ്ട്. ഓക്കെ, യെസ്. നമ്മൾ തന്നെ ഗ്രൗണ്ടഡ് ആയിട്ട്, പക്ഷെ യെസ് ഫിയർലെസ് ആണെന്ന് അപ്പൊ എല്ലാം ആയെന്നല്ലേ. അങ്ങനെ ഇടയ്ക്ക് നമ്മുടെ ഈ ഫിയർലെസ്നെസ് ഒക്കെ ഇല്ലാണ്ടായി പോകും. നമ്മൾ മനുഷ്യരല്ലേ, നമ്മുടെ ഇടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ഒരു ബാലൻസ് ഇല്ലായ്മ ഉണ്ടാവും. പക്ഷെ ഐ ആം പറയാം ഫിയർലെസ് ആണ്. ഓൾ ടുഗെദർ ഐ ആം ഫിയർലെസ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ മൂവ് ഓൺ ചെയ്യാൻ സ്ട്രൈവ് ചെയ്യുന്ന ഒരു എലമെന്റ് ഉണ്ടാവും. പലർക്കും പല രീതിയായിരിക്കും. ചിലപ്പോൾ ചില ആൾക്കാർ റിലേ ചെയ്യാൻ ഒരാളുണ്ടാവും, ഹാവ് എ പേഴ്സൺ ഫോർ റിലേ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അഭയ്ക്ക് ആ ഒരു മൂവ് ഓൺ ചെയ്യാനുള്ള ഒരു വൺ ഫാക്ടർ എന്ന് വെച്ചാൽ ഫാമിലി ആവാം, അല്ലെങ്കിൽ ഒരു പേഴ്സൺ ആവാം, അല്ലെങ്കിൽ സെൽഫ് എന്റർടൈൻ ചെയ്യുന്നതാവാം. സോ ഫാമിലി ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അതിലുപരി പിന്നെ ഞാനൊന്ന് താന്നു പോയി കഴിഞ്ഞാൽ എനിക്കിത് പൊങ്ങി വരാൻ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് ഭയങ്കര ഒരു ബലം ഉണ്ടാവും. ഇല്ല പറ്റത്തില്ലല്ലോ, ഇത് ഇങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ ചെയ്തു എനിക്ക് പിന്നെ ഞാൻ ഇങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ഇത് മോട്ടിവേഷൻ എങ്ങനെയോ വരും. അത് നാച്ചുറലായിട്ട് ഉണ്ടാകുന്ന ഒരു മോട്ടിവേഷനാണ് എനിക്കത്. അത് എങ്ങനെയാണ് അത് ഉണ്ടാവണമെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് അങ്ങനെ അല്ലല്ലോ, ഞാൻ അങ്ങനെ ഇരിക്കേണ്ട ഒരു കുട്ടിയല്ലല്ലോ, ഞാൻ ഇങ്ങനെയാണല്ലോ. എൻ്റെ ഫാദർ എന്നെ കാണുന്നത് വളരെ വളരെ ബോൾഡായിട്ടൊരു കുട്ടിയായിട്ടല്ലേ. അപ്പം ഞാൻ ഈ സാഹചര്യത്തിൽ ഇങ്ങനെയല്ലല്ലോ ഇരിക്കേണ്ടത്. അങ്ങനെയാണ് ഞാൻ എന്നെ ഇത് ചെയ്യുന്നത്. അതായത് സെൽഫ് നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്നു. സെൽഫ് ഒബ്സർവ് ചെയ്യും, ഭയങ്കരമായിട്ട് ഇച്ചിരി ഓവർ തിങ്കിങ് കൂടെയാണ്. ബ്രാഞ്ചസ് കൂടുതലായിട്ട് തിങ്ക് ചെയ്യും അല്ലേ, പല ബ്രാഞ്ചിൽ തിങ്ക് ചെയ്യുന്നത്. ഇസ് ഇറ്റ് ഗുഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓവർ തിങ്കിങ് ഇല്ലാണ്ട്, ഓവർ തിങ്കിങ് ആവുന്ന സമയത്ത് നമ്മുടെ ഒരു കോൺസെൻട്രേഷന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഓവർ തിങ്കിങ് ഇല്ലെങ്കിൽ, ഓവർ തിങ്ക് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ബട്ട് ദെൻ അത് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പോസിറ്റീവ്സ് ആൻഡ് മോർ പോസിറ്റീവ് ആൻഡ് കുറച്ച് നെഗറ്റീവ് പറയാം. സെൽഫ് അവെയർ ആവുന്ന സമയത്ത് നമ്മൾ എവിടെ നമ്മളെ പ്ലേസ് ചെയ്യണം, എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ട് ഭയങ്കരമായിട്ട് ചിന്തിക്കും. അത് ചില സമയത്ത് ഒരു ഫീൽഡിലേക്ക് അത് വർക്കൗട്ട് ആവുമെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ദിസ് ഈസ് ദ വേ ഐ ആം, ദാറ്റ്സ് എ പ്രോബ്ലം. അപ്പോൾ അവയുടെ ഇപ്പം നോർമലി നമ്മൾ എങ്ങനെയാണോ നമ്മളുടെ ഫ്രണ്ട് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏറെക്കുറെയൊക്കെ സെയിം വൈബുള്ള ആൾക്കാരായോ. അപ്പോൾ അവയുടെ കൂടുതൽ ഫ്രണ്ട്സ് ലിസ്റ്റിൽ കൂടുതൽ പേരും ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ആൾക്കാരാണോ, അതോ അത് ഓട്ടോമാറ്റിക്കലി? I don't have much friends. After a period, 3 years before, I have a lot of humans or a lot of people who were coming to my home, and I thought that they were my friends. So അതിനുശേഷം എനിക്കങ്ങനെ ഫ്രണ്ട്സ് പണ്ടോട്ടേ അങ്ങനെ ഒരു മനസ്സിലേക്ക് എടുക്കുന്നൊരു ഇതില്ല. ബട്ട് ദെൻ ടു സം എക്സ്റ്റെൻറ്റ് എൻ്റെ ഒരു സാഹചര്യവശാൽ എനിക്കതൊരു അക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പല ഫ്രണ്ട്സിനെയും എനിക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഫോർച്ചുനേറ്റ്ലി ഇനഫ് ദാറ്റ് ഐ ഡോണ്ട് നീഡ് ടു ക്യാരി ദം. ഇപ്പോഴും എനിക്ക് അത് കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഐ എം ഹാപ്പി വിത്ത് 1 or 2 or 3 good maximum. That's it.